ഗുഡ് മോർണിംഗ് എവ്രിബഡി, വെൽക്കം ടു മൈ ഹാപ്പി ബർത്ത്ഡേ വ്ലോഗ്. ബർത്ത്ഡേ വ്ലോഗ് ആണെങ്കിലും ബർത്ത്ഡേ കഴിഞ്ഞിട്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. ആദ്യം തന്നെ പറയട്ടെ, എനിക്ക് ഈ വ്ലോഗ് എടുത്തൊന്നും വലിയ പരിചയമില്ല. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഓ പിന്നെ എല്ലാവരും ഇപ്പം എല്ലാം അറിഞ്ഞിട്ടാ, ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കണേ. രാവിലെ തന്നെ കുളിച്ച് അമ്പലത്തിൽ പോകണമെന്നായിരുന്നു അമ്മേൻ്റെ ഓർഡർ. എന്നാൽ പിന്നെ പോയിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ചാണ് ഞാൻ കിടന്നത്. പിന്നെ രാവിലെ എഴുന്നേക്കാൻ ഒട്ടും മടിയില്ലാത്ത കുട്ടിയായതുകൊണ്ട് ആ പ്ലാനിങ് ചീറ്റിപ്പോയി. എന്തായാലും അമ്മ പറഞ്ഞതല്ലേ, അമ്പലത്തിൽ പോയില്ലെങ്കിലും രാവിലെ തന്നെ കുളിച്ചേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കുളി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. ബേസിക്കലി ഐ എം എ ഡയറ്റീഷ്യൻ. സോ ന്യൂട്രീഷ്യസ് ആയത് മാത്രമേ ഞാൻ കഴിക്കൂ. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഞാൻ കുറച്ച് പ്രോട്ടീൻ അങ്ങ് കുത്തിക്കയറ്റി. കറൻ്റ്ലി ഞാനൊരു ന്യൂട്രീഷൻ ക്ലിനിക്കിൽ വർക്ക് ചെയ്യാണ്. സോ ഉച്ചവരെ എനിക്ക് അതിൻ്റെ പണിയുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എൻ്റെ എല്ലാ ബർത്ത്ഡേക്കും എന്നെ മുടങ്ങാതെ വിളിക്കുന്ന ഒരാളാണ് ഈ കാണുന്നത്. തിരിച്ചടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ ആരായി തിളക്കണേ? കോഴിന്റെ മണം. അത് പുറത്തെവിടെയോ ഒരു കോഴി കറങ്ങി നടക്കണ കണ്ട്. അല്ല, വെച്ച കോഴിന്റെ മണം. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡിന് ഭയങ്കര ടേസ്റ്റ് ആണെന്നാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ എല്ലാ അഭിപ്രായം. അത് വാസ്തവമായതുകൊണ്ട് തന്നെ ഞാനത് നിഷേധിക്കുന്നില്ല. എല്ലാ മക്കളെയും പോലെ തന്നെ ഹോസ്റ്റൽ ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ നഗ്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. എനിവേയ്സ്, ഉച്ച കഴിഞ്ഞ് കുറച്ച് പ്രൊഡക്റ്റീവ് ആവണമെന്ന് വിചാരിച്ച് എന്നെ നിഷ്പ്രയാസം പരാജയപ്പെടുത്തിക്കൊണ്ട് മഴ വന്നു. എന്നാൽ പിന്നെ ഉറങ്ങാല്ലേ. ഉറങ്ങി എണീറ്റ് ഒരു ഗ്ലാസ് കട്ടനും കുടിച്ച് പ്രൊഡക്റ്റീവ് ആവണമെന്ന ദൃഢ നിശ്ചയത്തോടെ ഞാൻ ടെറസിൽ കയറി 4 സ്റ്റെപ്പും കിട്ടും. പിന്നെ ഞാനങ്ങ് പോയി കുളിച്ചു, ഫുഡും കഴിച്ച് കുറച്ച് ക്രീം അങ്ങ് വായിൽ തേച്ചു. സിൻസ് മൈ സ്കിൻ ഈസ് എക്സ്ട്രീംലി ഡ്രൈ, ഐ കാൻറ്റ് സർവൈവ് വിത്തൗട്ട് ദിസ് ക്രീം. ഒരു പ്രത്യേക ജീവിതമല്ലേ. കിടക്കുന്നതിന് മുന്നേ ചിലപ്പോൾ ഞങ്ങൾ സിനിമ കാണും, എസ്പെഷ്യലി പഴയ സിനിമ. ഇല്ലെങ്കിൽ ഞങ്ങൾ ഗെയിം കളിക്കും. ഇതാ ഇങ്ങനെ. ഇതൊക്കെയാണ് ഞങ്ങളുടെ വിനോദം. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇന്നിപ്പോൾ പ്രത്യേകിച്ച് എന്താ ഉണ്ടായിരുന്നു? ഒന്നും ഉണ്ടായിട്ടില്ല, സാധാരണ ഒരു ദിവസം. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ. ഞാൻ പോകുന്നു. ബൈ ബൈ.